കഴിഞ്ഞ ദിവസവും തെരുവ് നായയുടെ കടിയേറ്റ് ഒരു പിഞ്ചു ബാലിക മരണപ്പെടുകയുണ്ടായി. ഇങ്ങനെ ഒട്ടനവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു നായയുടെ കടി കിട്ടിയാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരാൾക്ക് പേവിഷബാധയുണ്ടെങ്കിൽ അവരിൽ കാണുന്ന ലക്ഷണങ്ങളാണ് പറയാൻ പോകുന്നത്. ജലദോഷം, തൊണ്ടവേദന, ശക്തമായ ബോഡി പെയിൻ, പനി, ശക്തമായ ഛർദി, നമ്മുടെ ശരീരത്തിലുള്ള മസിലുകൾ ടൈറ്റ് ആവുക, കാഴ്ച മങ്ങുക എന്നിവയെല്ലാമാണത്. ഒരു പേപ്പട്ടി അല്ലെങ്കിൽ സാധാരണ പട്ടി കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, പട്ടിയുടെ പല്ലുകൾ ഉളി പോലെ കൂർത്തതായതുകൊണ്ട് തന്നെ കടിച്ചു കഴിഞ്ഞാൽ കുഴിവുള്ള മുറിവാണ് ഉണ്ടാകുന്നത്. പട്ടി കടിക്കുന്നത് നമ്മുടെ കാലിലോ കയ്യിലോ ആവാൻ ചാൻസ് കൂടുതലാണ്. ശരീരത്തിൽ കടിക്കുന്നത് ചുരുക്കമാണ്. പേപ്പട്ടിയാണ് കടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉമിനീർ ആ മുറിയിൽ പറ്റിയിരിക്കും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ മുറിവിനെ നന്നായി കഴുകുക എന്നതാണ്. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് കഴുകാതെ റണ്ണിങ് വാട്ടറിൽ, അതായത് പൈപ്പ് തുറന്നിട്ട് നേരിട്ട് ഈ മുറിവിനുള്ളിലേക്ക് വെള്ളം വീഴത്തക്ക വിധത്തിൽ മുറിവ് കഴുകുക. സാധിക്കുമെങ്കിൽ സോപ്പ് വെള്ളം കൊണ്ട് മുറിവ് കഴുകുകയാണെങ്കിൽ അത് വളരെയധികം നല്ലതാണ്. എന്തെന്ന് വെച്ചാൽ, സോപ്പ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ വൈറസിൻ്റെ പുറം തോട് പെട്ടെന്ന് നശിച്ചു പോകുകയും അതുവഴി വൈറസ് പെട്ടെന്ന് നശിക്കുകയും ചെയ്യും. പേപ്പട്ടി വിഷബാധയെപ്പറ്റി ഇതുവരെ നടത്തിയിട്ടുള്ള പഠനങ്ങൾ പ്രകാരം കടിച്ച 1 മണിക്കൂറിനുള്ളിൽ തന്നെ തുടർച്ചയായി കഴുകിക്കഴിഞ്ഞാൽ, അതും സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേവിഷബാധ ഏൽക്കാനുള്ള സാധ്യത 80% ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നതാണ്. എത്രത്തോളം മുറിവിൻ്റെ സുഷിരത്തിനുള്ളിലേക്ക് വെള്ളം പോകുന്നോ അത് അത്രയും നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, മുറിവിൽ നിന്ന് രക്തം വരുന്നുണ്ടെങ്കിൽ മുറിവിന് മുകളിൽ ഒരു തുണി വെച്ച് കെട്ടുക. അങ്ങനെയെങ്കിൽ മുറിവിൽ നിന്ന് രക്തം വരുന്നത് കുറയും. ശേഷം ഈ മുറിവ് 15 മിനിറ്റ് നന്നായി കഴുകുക. എന്നിട്ട് പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. പേപ്പട്ടി വിഷബാധയേറ്റ മുറിവുകൾ സ്റ്റിച്ച് ചെയ്യാറില്ല, മരുന്ന് വെച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നായ കടിച്ചത് ഡോക്ടറോട് പറയാതെ പലരും മറച്ചു വെക്കുന്നത് കൊണ്ടാണ് പല ഡോക്ടർമാരും ഈ മുറിവ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് തെറ്റാണ്. ഒരിക്കലും അങ്ങനെ മറച്ചു വെക്കരുത്. സാധാരണഗതിയിൽ നിങ്ങളെ ഒരു നായ കടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഇഞ്ചക്ഷൻ 2 തരത്തിലുണ്ട്. 1 വാക്സിനേഷൻ, 2 കടിച്ച മുറിവിൽ നിന്ന് രക്തം വരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ വൈറസുകൾ നശിക്കുന്നതിന് വേണ്ടി നേരിട്ട് മുറിവിൻ്റെ വശങ്ങളിലും മുറിവിനകത്തും എടുക്കുന്ന ഇഞ്ചക്ഷൻ. വാക്സിൻ പ്രവർത്തിക്കാൻ സമയമെടുക്കുമെങ്കിലും മുറിവിനുള്ളിൽ വയ്ക്കുന്ന ഇഞ്ചക്ഷൻ പെട്ടെന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങും. അതുകൊണ്ട് തന്നെ കടിയേറ്റ ഉടനെ 15 മിനിറ്റ് നന്നായി മുറിവ് കഴുകിയതിനു ശേഷം ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തുക. അതുപോലെ തന്നെ നാട്ടിൻ പുറങ്ങളിൽ പറയുന്ന കാര്യമാണ്, പേപ്പട്ടി കടിച്ചിട്ടുണ്ടെങ്കിൽ ആ കടിച്ചയാൾക്ക് നാരങ്ങ, ശർക്കര മുതലായവ നൽകാൻ പാടില്ല എന്നൊക്കെ. ഇതെല്ലാം തെറ്റിദ്ധാരണയാണ്. പേപ്പട്ടി വിഷബാധയും ഇത്തരത്തിലുള്ള ഭക്ഷണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പേവിഷബാധയുള്ള ഒരു നായ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് പേപ്പട്ടി വിഷത്തിൻ്റെ ഒരു വൈറസാണ്. ഈ വൈറസ് നായ കടിച്ചത് എവിടെയാണോ അവിടെ നിന്ന് നമ്മുടെ തലച്ചോറിലേക്ക് സഞ്ചരിച്ച് തലച്ചോറിൽ അവയുണ്ടാക്കുന്ന ഒരു മസ്തിഷ്ക ജ്വരമാണ് നമ്മെ മരണത്തിലേക്ക് എത്തിക്കുന്നത്. പേവിഷബാധയുണ്ടാക്കുന്ന വൈറസ് പേപ്പട്ടിയുടെ ഉമിനീരിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അവയുടെ ഉമിനീർ ഗ്രന്ഥിയിൽ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. നമ്മുടെ രക്തത്തിലേക്ക് ഈ പേവിഷബാധയുള്ള നായയുടെ ഉമിനീർ പുരണ്ടാൽ, അതായത് കടിക്കുകയോ മാന്തുകയോ ചെയ്താൽ, ഏതെങ്കിലും തരത്തിൽ പുരളുകയാണെങ്കിൽ ആ ഭാഗത്ത് നീർക്കെട്ട് ഉണ്ടാകും. അവിടെ നിന്ന് ഈ വൈറസ് നമ്മുടെ നാഡീവ്യൂഹത്തിലേക്ക് കയറുകയും അതുവഴി നമ്മുടെ തലച്ചോറിലേക്ക് കയറി ഒരു മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കും. ക്രമേണ നമ്മുടെ ആന്തരികാവയവങ്ങളെ ബാധിച്ച് ഒരു മനുഷ്യൻ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യും.